മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. Letter to Romans chapter 12 verse 15. ഇവിടെ പറയുകയാണ്, സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവിൻ. കഷണ്ടിക്കാരനായ ഒരു സ്നേഹിതനോടൊപ്പം ഉദ്യാനത്തിലെ ചാരുബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു ലിങ്കൺ. കഷണ്ടിക്കാരനായ സുഹൃത്തിന് പെട്ടെന്നൊരാഗ്രഹം, ലിങ്കണോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം. അയാൾ ബാഗിൽ കരുതിയിരുന്ന ടോപ്പ് എടുത്ത് തലയിൽ വെച്ചു. ഇപ്പോൾ നല്ലൊരു യുവാവായി മാറിയിട്ടുണ്ട് ആ സ്നേഹിതൻ. താങ്കൾ തലയിൽ ടോപ്പ് വെക്കാതിരുന്നാൽ ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം എന്നായി ലിങ്കൺ. ലിങ്കന്റെ നർമ്മബോധം ഉയരാൻ തുടങ്ങി. പക്ഷേ തന്റെ മൊട്ടത്തല ഫോട്ടോയിൽ പ്രദർശിപ്പിക്കാൻ സ്നേഹിതന് വൈമനസ്യം. എന്റെ മൊട്ടത്തല പരസ്യമാക്കണോ? ചിരിച്ചുകൊണ്ടാണെങ്കിലും ഉള്ളിലിരിപ്പ് അയാൾ വ്യക്തമാക്കി. ലിങ്കൻ ഉടനെ ചിരിക്കാതെ തുടങ്ങി. അതിനെന്താ, എക്സ്റേ ഫോട്ടോ വല്ലോ ആണോ? ലിങ്കന്റെ ചോദ്യം അതായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പുകഴ്ത്താൻ എളുപ്പമാണ്, പക്ഷേ പ്രശംസിക്കാൻ പ്രയാസം. എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടുകൂടി സന്തോഷിക്കുന്നവരാകുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ സന്തോഷം കൃത്രിമമായി കെട്ടിച്ചമച്ചുകൊണ്ടത് ആയില്ല. പിന്നെ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം അത് പ്രകാശിതമാവുന്നതാണ്. There are no grumpy Christians in this Christian world. ഒരു പാട്ടുണ്ട്, ഇത് കേട്ടിരിക്കും. The joy of Christ, അതാണ് ദൈവത്തിന്റെ സന്തോഷം, അതാണ് നമ്മുടെ മുഖമുദ്ര. അപ്പൊ നമ്മള് പ്രത്യേകിച്ചും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമുക്ക് ദൈവം തന്ന കൃപയെ ഓർത്ത് എപ്പോഴും സന്തോഷിക്കുവാൻ വകയുണ്ട്. അങ്ങനെ സന്തോഷമുള്ളവരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.